ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നിങ്ങൾ എത്ര പേര് ഡീമൺ സ്ലെയറിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ഇൻഫിനിറ്റി കാസിൽ ആർക്ക് കണ്ടു എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഇതൊരു അടിപൊളി സിനിമയാണ്. സോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയാനായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പോയിലേഴ്സ് തരാനോ ഒന്നുമല്ല ഞാൻ വന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഒരു ആനിമയ്ക്ക് ഇത്രയും സ്വീകാര്യതയും സക്സസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു ആനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ. കേരളത്തിലെ ആനിമെ പ്രേക്ഷകർക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഏറ്റവും വലിയ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആനിമയാണ് ഡീമൺ സ്ലെയർ അല്ലെങ്കിൽ കിമിറ്റ്സു നോ യായിബ. 2019 സീസൺ 1 റിലീസ് ആയപ്പോൾ തന്നെ ഉഫോർട്ടബിൾ സ്റ്റുഡിയോയുടെ അതിശയകരമായിട്ടുള്ള ആനിമേഷൻ, ബ്രെത്ത് ടേക്കിംഗ് ഷോർട്സ് ഫൈറ്റ് സീൻസ്, ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് എല്ലാം കേരള ആനിമെ ലവേഴ്സിനെ കയ്യിലെടുത്തിരുന്നു. താഞ്ചിറോ നെസുക്കോ സിബ്ലിങ്സ് ബോണ്ടും റെങ്കോക്കു സമ്മയുടെ ഹീറോയിക് സാക്രിഫൈസും തെങ്കൻ സമ്മയുടെ ഫ്ലംബയോഞ്ച് ഫൈറ്റ് സീൻസും ഇവയെല്ലാം കേരള ഓഡിയൻസിന്റെ ഫേവറേറ്റ് ടോപ്പിക്കായി മാറിയിരുന്നു. പിന്നീട് മോഗൻ ട്രെയിൻ മൂവി ഗ്ലോബൽ ബോക്സ് ഓഫീസ് റെക്കോർഡ് പൊളിച്ചപ്പോൾ കേരളത്തിലത് തിയേറ്റർ റിലീസ് ആയില്ലെങ്കിലും ഓൺലൈൻ റിലീസിലെത്തിയപ്പോൾ ഫാൻ ഹൈപ്പ് അൺകൺട്രോളബിൾ ലെവലിലേക്ക് എത്തുകയായിരുന്നു. റെങ്കോക്കു സമ്മയുടെ എപ്പിക് ലാസ്റ്റ് സ്റ്റാൻഡ് മലയാളി ഫാൻസിന്റെ മനസ്സിൽ ഇപ്പോഴും ഇമോഷണൽ സ്കാറായി തന്നെ നിൽപ്പുണ്ട്. പിന്നീട് വന്ന എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റ് ആർക്ക് സീസൺ 2ഉം സോർഡ് സ്മിത്ത് വില്ലേജ് ആർക്ക് സീസൺ 3ഉം ഹഷിറ ട്രെയിനിങ് ആർക്ക് സീസൺ 4ഉം എല്ലാം കേരള ആനിമെ കമ്മ്യൂണിറ്റിയിൽ മാസ് സക്സസ് ആയി. ഓരോ സീസണും റിലീസ് ആകുമ്പോഴും മലയാളം ആനിമെ പേജസ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, എഡിറ്റ് ക്രിയേറ്റേഴ്സ് എല്ലാം ഫുള്ളി ആക്റ്റീവായി മാറുകയായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് റിലീസ് മലയാളി പ്രേക്ഷകരിൽ ലിറ്ററലി ബ്ലാസ്റ്റ് എഫക്റ്റ് ഉണ്ടാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പർ മോൺസിനെതിരെയുള്ള ഹഷിറകളുടെ ഡെസ്പറേറ്റ് ബാറ്റിലും മുസൻ കിബിറ്റ്സിയുടെ ഫൈനൽ മൂവും ആനിമേഷൻ അൺറിയൽ ലെവൽ ക്വാളിറ്റിയൊക്കെ കേരള ഫാൻസിനെ സ്പീച്ച്ലെസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇൻഫിനിറ്റി കാസിൽ എപ്പിസോഡ്സ് റിലീസ് ആയപ്പോഴേക്കും കേരള സോഷ്യൽ മീഡിയയിൽ റീൽസ്, എഡിറ്റ്സ്, ഡബ്ബിങ്സ്, റിയാക്ഷൻ വീഡിയോ ലിറ്ററലി ഫ്ലഡായി തന്നെ മാറുകയായിരുന്നു. ഡീമൺ സ്ലെയറിന്റെ കഥ ക്ലൈമാറ്റിക് പോയിന്റിലേക്ക് എത്തിയപ്പോൾ കേരളത്തിലെ ഫാൻസിന്റെ റെസ്പോൺസ് ഒരു ഹിസ്റ്റോറിക് സക്സസ് പോലെ തോന്നുകയാണ്. ആനിമെ മലയാളം കമ്മ്യൂണിറ്റിക്ക് ഇനി ഇതൊരു ക്യാഷ്വൽ ഫണ്ട് മാത്രമല്ല, ഒരു മെയിൻ സ്ട്രീം ഹൈപ്പ് തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നറൂട്ടോയും വൺ പീസും ബ്ലീച്ച് പോലുള്ള ഓൾഡ് ജൻ ക്ലാസിക്സ് മലയാളികൾക്ക് സ്ലോ എൻട്രി ആയപ്പോൾ ഡീമൺ സ്ലെയർ പോലുള്ള ന്യൂജൻ മാസ്റ്റർ പീസ് കേരളത്തിലെ യൂത്തിന്റെ ഇടയിൽ ഒരു ഹൈപ്പ് ക്രിയേറ്ററായി മാറുകയായിരുന്നു. സോ ചുരുക്കി പറഞ്ഞാൽ ഡീമൺ സ്ലെയർ കേരള ഓഡിയൻസ് ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് മറ്റൊരു ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ ആക്കി മാറ്റുകയും ചെയ്തു. സോ നിങ്ങൾ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ തിയേറ്റർ എക്സ്പീരിയൻസും ആനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയോനാര.